രാഹുൽ ഗാന്ധിയെ പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ പ്രഭാഷണത്തിന് വിളിച്ച് അദ്ദേഹം ഇന്ത്യൻ എക്കോണമിയെക്കുറിച്ച് അതിമനോഹരമായി നടത്തിയ പ്രസംഗം ലോകരാജ്യങ്ങൾ പോലും എഴുന്നേറ്റ് നിന്നാണ് കയ്യടിച്ച് അംഗീകരിച്ചിട്ടുള്ളത്. അങ്ങനെയുള്ള ഒരു രാഹുൽ ഗാന്ധിയെ പപ്പു എന്ന് പരിഹസിക്കുന്ന മോദി അദ്ദേഹത്തിന് ഈ രാജ്യത്തിൻ്റെ ഭാവി ഭാഗതയം നിർണയിക്കാൻ സാധിക്കുകയില്ല എന്നുള്ളത് വളരെ സത്യസന്ധമായി പറയാൻ പറ്റുന്നൊരു കാര്യമാണ്. മണിപ്പൂരിൽ നടന്ന സംഭവ വികാസങ്ങളായാലും ഗുജറാത്തിലെ വംശഹത്യയായാലും ഇങ്ങനെ കുറേ നമ്മൾ ഇസ്രയേൽ എങ്ങനെയാണോ പലസ്തീനോട് പെരുമാറുന്നത് അതുപോലെ ഇന്ത്യക്കകത്ത് സ്വന്തം ജനതയെ ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുന്ന ഒരു ഗവൺമെന്റിനെ താഴെയിറക്കുക എന്ന് പറയുന്നത് ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന മതേതരത്തിൽ വിശ്വസിക്കുന്ന നമ്മുടെയൊക്കെ കടമയാണ്. അവിടെ മണിപ്പൂരിന്റെ മണ്ണിലേക്ക് ഓടിച്ചെന്ന രാഹുൽ ഗാന്ധി ഒരു സ്ഥലത്ത് വിദ്വേഷം ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ ആ വിദ്വേഷത്തിന്റെ മാർക്കറ്റിൽ, ആ വിദ്വേഷത്തിന്റെ ചന്തയിൽ സ്നേഹത്തിന്റെ കടകൾ തുറക്കുകയാണ് നമുക്ക് ചെയ്യാനുള്ളത് എന്ന് പറയുന്ന രാഹുൽ ഗാന്ധിയോടൊപ്പമാണ് ഇന്ത്യ എന്ന് പറയുന്ന മുന്നണി നിൽക്കുന്നത്. അതുകൊണ്ട് വളരെ പ്രതീക്ഷയോടുകൂടിയാണ് നമ്മൾ നിൽക്കുന്നത്. അതിനിടയിൽ ഐക്യജനാധിപത്യ മുന്നണി ശക്തമായി ഇവിടെ നിൽക്കും എന്ന് കണ്ടതിൻ്റെ പേരിൽ ചെറിയ കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കാൻ മാർക്സിസ്റ്റ് പാർട്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതിനുവേണ്ടി ഇറക്കിയിട്ടുള്ള 2 ചരക്കുകളാണ് EP ജയരാജനും KT ജലീലും. KT ജലീൽ പറഞ്ഞിട്ടുള്ളത് മുസ്ലിം ലീഗ് ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ ചതിക്കണം എന്നാണ്. മുന്നണിയിൽ നിന്നുകൊണ്ട് ആരെങ്കിലും ചതിക്കാൻ മാർക്സിസ്റ്റുകാരുടെ വാപ്പയല്ല മുസ്ലിം ലീഗിന്റെ വാപ്പ. ചതി എന്ന് പറയുന്നത് മുസ്ലിം ലീഗിന്റെ നിഘണ്ടുവിലില്ലാത്ത പദമാണ്. അത് നമുക്ക് ബാഫ്കി തങ്ങൾ പഠിപ്പിച്ചു തന്നതാണ്. ഏത് മുന്നണിയിൽ നിൽക്കുന്നുവോ അവിടെ സത്യസന്ധമായി ആ മുന്നണിയെ ജയിപ്പിക്കാൻ മുന്നിൽ നിൽക്കേണ്ട പ്രസ്ഥാനം മുസ്ലിം ലീഗായിരിക്കും എന്നുള്ളത് ബാഫ്കി തങ്ങൾ പഠിപ്പിച്ച പാഠം. ഇനിയും ഈ പറഞ്ഞ ആളുകൾ പറഞ്ഞതിനെ എടുത്ത് സോഷ്യൽ മീഡിയയിലോടുകൂടി പ്രചരിപ്പിക്കുന്ന പരിപാടി മുസ്ലിം ലീഗിന് പറ്റിയതല്ല. അങ്ങനെ എന്തെങ്കിലും ഫോർവേഡ് മെസ്സേജ് ചെയ്യുന്നത് ആരെങ്കിലും ആവർത്തിക്കുന്നുണ്ടെങ്കിൽ അവരെ നിലക്ക് നിർത്തേണ്ട എല്ലാ ഉത്തരവാദിത്വവും ഈ ബൂത്ത് കമ്മിറ്റികളെയും വാർഡ് കമ്മിറ്റികളെയും ഇവിടെ വെച്ച് ചുമതലപ്പെടുത്തുക. ഇനി അങ്ങോട്ട് ഐക്യജനാധിപത്യ മുന്നണിയായി ഒറ്റക്കെട്ടായി ഈ 20 ആളുകളെയും ജയിപ്പിക്കേണ്ട ചുമതലയാണ് നമുക്ക് ഏറ്റെടുക്കാൻ. നമുക്ക് പ്രതിരോധത്തിൽ നിൽക്കേണ്ട ഒരു സാഹചര്യവുമില്ല. പുതിയ പുതിയ കാര്യങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. സിദ്ധാർത്ഥിൻ്റെ മരണം SFI എത്രമാത്രം കാട്ടാളന്മാരായി മാറിയിരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. അത് അവരുടെ പിതാമഹന്മാർ എങ്ങനെ പെരുമാറുന്നുവോ അതുപോലെ തന്നെ അതിൻ്റെ കുട്ടികൾ പെരുമാറുകയുള്ളൂ. TP ചന്ദ്രശേഖരനെ കൊലപ്പെടുത്താൻ മുന്നോട്ട് വന്നിട്ടുള്ള ഒരു നേതൃത്വമാണ് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വം എന്നുള്ളത് തെളിഞ്ഞിരിക്കുകയാണ്. ഇനി അതിന് ഗൂഢാലോചന നടത്തിയത് ആരാണ്? അതിൽ ഏറ്റവും ഉന്നതരായ ആളുകൾ കൂടി ആരാണെന്ന് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ രാജ്യത്ത് ഉന്മൂലന രാഷ്ട്രീയമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നും തങ്ങളെ എതിർക്കുന്നവരെ ഈ പർജിങ് എന്ന് പറയും,
മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലോകത്ത് ഉപയോഗിക്കുന്നൊരു ഭാഷയാണ് പെർജിങ്. ആര് എതിർക്കപ്പെടുന്നുവോ, ആര് എതിർക്കാൻ ശ്രമിക്കുന്നുവോ അവരെ എടുത്തു പുറത്തു കളയുക എന്ന് മാത്രമല്ല, വകവരുത്തുക എന്നുള്ളത് സ്റ്റാലിൻ്റെ കാലഘട്ടത്തിലും ലെനിൻ്റെ കാലഘട്ടത്തിലും ഒക്കെ നടന്നിട്ടുള്ള കാര്യങ്ങളാണ്. അതിവിടെ ആവർത്തിക്കപ്പെടുകയാണ്.